ഹായ് നമസ്കാരം, അഫ്രീസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോ എന്താണ് ഇന്നത്തെ നമ്മുടെ വിഷയം? വിശേഷം പറയുന്നത് നമ്മുടെ ജയറാമിനെ പറ്റി തന്നെയാണ്. സോഷ്യൽ മീഡിയ പല ട്രോളുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കാരണം എന്താണ് എന്ന് നോക്കാം. എന്തുകൊണ്ടാണ് ഇപ്പൊ അങ്ങനെ ഒരു ട്രെൻഡ് വരാൻ കാരണം? പെട്ടെന്ന് ഇങ്ങനെ എന്താണ് കാരണം? അങ്ങനെ തന്നെ പറയണം. അതായത് നമ്മുടെ ജയറാമേട്ടൻ ഇപ്പൊ തമിഴ് ചാനലിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തു. അതായത് നമ്മുടെ 2020 സിനിമയെ പറ്റി അതിനകത്തൊരു ഞാൻ പറയുന്നുണ്ട്. 2020 അവസാനത്തെ ഫോട്ടോ കാണിച്ചിട്ട് ഇതിനകത്ത് നമുക്കറിയാം ഏറ്റവും അവസാനം ജയറാമേട്ടനെ കട്ട് ചെയ്താൽ മമ്മൂട്ടി, മോഹൻലാല്, സുരേഷ് ഗോപി, ദിലീപ് ഇവരെല്ലാം ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും അവരെല്ലാം ഒറ്റ ഷോട്ടിൽ നടന്നു പോകുന്നു. ക്ലൈമാക്സ് ഷോട്ട് കഴിഞ്ഞ് ജയറാമിനെ കട്ട് ചെയ്ത് വെക്കുന്നതാണ്. പിന്നെ ദിലീപ് അതിനകത്ത് അങ്ങനെ പറയാം. അങ്ങനെ അപ്പം ആ ഒരു സിനിമ ആ ഒരു ഭാഗം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജോഷി സാറ് ജയറാമേട്ടൻ അങ്ങോട്ട് ജോഷി സാറിനോട് പറഞ്ഞു, എനിക്ക് അത്യാവശ്യമായിട്ട് ദീപാവലിക്ക് വേണ്ടി പോണം, വീട്ടിൽ ആഘോഷിക്കാൻ പോകണം, അതുകൊണ്ട് എടുത്ത് തീർക്കണം പറഞ്ഞു. അല്ല അത് തന്നെ ഞാൻ കാണൂലെന്ന് പറയും. അപ്പൊ ജോഷി സാർ അങ്ങോട്ട് ചോദിച്ചു, നിനക്ക് ദീപാവലിയാണോ സിനിമയാണോ വലുത്? അപ്പൊ ജയറാമേട്ടൻ പറഞ്ഞു, എനിക്ക് ദീപാവലിയാണ് വരുത് എന്ന് പോയി. ഇത് കൊടുത്തേക്കണം ലേറ്റസ്റ്റ് ആയിട്ട് തമിഴ് ഇന്റർവ്യൂലാണ് കൊടുത്തേക്കണം. ഇത് നേരെ തിരിച്ച് പണ്ട് മലയാളത്തിൽ ഇതേ സംഭവം കണ്ടുപോക്കാം. ஷூட் பண்ணிருக்கும் போது ஜோஷி சார் தான் டைரக்டர். ஓகே ஓகே. என்னோட போர்ஷன் ஃபைட் எல்லாம் முடிஞ்சிருச்சு. சரி. கடைசியில இந்த 5 பேரும் சேர்ந்து நடந்து வரத ஒரு ஷாட் மட்டும் எடுக்கணும். அப்போ அது எப்படினாலும் இந்த ஃபைட் எல்லாம் முடிஞ்சு எப்படி வரது பார்த்து தான் எடுக்க முடியும். இன்னும் 2 days இருக்கு சொன்னாங்க. கரெக்டா தீபாவளி டைம் எங்கள் வீட்டில் சார் தீபாவளி வீட்டுக்கு போனோம், சென்னை போனோம். இல்லை உனக்கு தீபாவளி பெருசா கடைசியில் எல்லாரும் 5 பேர் நடந்து வருது பெருசா யோசிச்சேன். സാർ എനിക്ക് ദീപാവലി தான் മുഖ്യം அப்படின்னா പോകണം. ദീപാവലിയാണ് മുഖ്യം എന്ന് പറഞ്ഞ് നല്ല ചെന്നൈയിലോട്ട് പോയി. അതുപോലെ തന്നെ പണ്ടത്തെ കേരളത്തില് പണ്ട് ഇത് പറഞ്ഞെന്ന് പറഞ്ഞ മലയാളത്തില് പറഞ്ഞെന്ന് പറഞ്ഞാൽ ശബരിമലയ്ക്ക് പോകണം. ശബരിമലയ്ക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാതെ ശബരിമലയ്ക്ക് പോയതുകൊണ്ടാണ്. തമിഴ് വരുമ്പോ ദീപാവലി, മലയാളത്തിൽ വരുമ്പോ ശബരിമല. പിന്നെ ഇത് പുള്ളിക്ക് മറന്നു പോകാനായിട്ടൊരു സാധ്യതയില്ല. കാരണം ദീപാവലിയുടെ സമയവും ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് രണ്ടാണ്. മണ്ഡലകാലമൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ അങ്ങനെയുള്ള കാര്യം. പക്ഷെ ഇതിനകത്ത് ഇപ്പൊ ട്രോള് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് അതും കൂടെ കണ്ടുപോക്കാം. കേരളത്തിലെ 2020 പടത്തിൽ വന്ന് ക്ലൈമാക്സിൽ വന്ന് സുരേഷ് ഗോപി, ലാലേട്ടൻ എല്ലാവരും നടന്നു വരുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അതിൽ പക്ഷേ ജയറാമേട്ടൻ മിസ്സിംഗ് ആണ്. അപ്പോൾ കേൾവി കേട്ടത് ജയറാമേട്ടൻ അപ്പം ശബരിമലയ്ക്ക് പോകാനുള്ള ഒരു അന്ന് ഡേറ്റ് അതാണ് ബുക്ക് ചെയ്തത്. അതുകൊണ്ട് അതിന് പോകാൻ വേണ്ടി ഇത് വിട്ടിട്ട് അത് പോയെന്നാണ്. അത് ശരിയാണോ തെറ്റാണോ? സത്യം ശരിയാണ്. അത് സായി രാവിലെ തൊട്ട് ഞാൻ പറഞ്ഞു, സാർ എടുക്കെടുക്ക് പറ്റിയത് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു ഒന്നും എടുക്കാൻ പറ്റിയില്ല. തീരുമാനം പിന്നെ എന്റെയാണ് എടുക്കേണ്ടത്. അതിന് പോകണോ അത് വേണ്ടാന്ന് വെച്ചിട്ട് ഈ 5 പേരിൽ നടന്നു വരുന്ന ഏതാണ് വലുതെന്ന് തോന്നിയപ്പോൾ എനിക്ക് അതാണ് വലുതെന്ന് തോന്നി. അന്ന് ഇവിടെ വലുതെന്ന് തോന്നി, ശബരിമലയ്ക്ക് പോകുന്നതാണ് വലുതെന്ന് തോന്നിയെന്ന് പറയുന്നു. അപ്പം അതാണ് ഇപ്പോഴത്തെ ഈ 2 കാര്യം. പുള്ളിക്ക് പൊതുവെ തമിഴ്നാട്ടില് ഉള്ളവരെ ഒന്ന് പൊടുത്തി പറയുന്ന സ്വഭാവം കണ്ടുവരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പൊ ഒരു കണക്ക് നോക്കിയാൽ ശരിയാണ്. പുള്ളിയുടെ പഴയത് അടുത്തടുത്തുള്ള ഇന്റർവ്യൂകളും കാര്യങ്ങളൊക്കെ നോക്കിയാല് ഒരു തമിഴ് ചായ ഉണ്ടോ തമിഴ് അത് പുള്ളിയുടെ പേഴ്സണൽ കാര്യമാണ്. തമിഴ്നാട്ടിലാണ് ജീവിക്കുന്നത്. അത് നമ്മൾ അതിനെയൊന്നും പറയുന്നില്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു കാര്യം വന്നപ്പോ ഇതിനെ ഈ ശിവാജി ഗണേശന്റെ ശബ്ദത്തില് അത് പറയുമ്പോഴത്തേക്കും കണ്ണിന്ന് വെള്ളം വരുന്നു. ജയറാം എന്ന് പറയുമ്പോ ശിവാജി ഗണേശന്റെ ശബ്ദം ജയറാം എന്ന് പറയുമ്പോ കണ്ണിന്ന് വെള്ളം വരുന്നു. അങ്ങനെ കുറെ ട്രോളുകൾ വരുന്നുണ്ട്. പൊതുവെ തമിഴ്നാട്ടുകാരുടെ ഒരു സ്പിരിറ്റ് എന്ന് വെച്ചാല് തമിഴ്നാട്ടിനെയോ തമിഴ്നാട്ടിലെ ആൾക്കാരെയോ തമിഴ് ഭാഷയോ ഒക്കെ ഒന്ന് പൊക്കി പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ശ്രദ്ധ കിട്ടും. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പച്ച തമിഴന്മാരെന്നൊക്കെ പറയും. അപ്പൊ അവരുടെ വീക്ക്നെസ് കയറി പിടിക്കുന്ന പോലെയാണ് പലർക്കും തോന്നുന്നത്. അവിടെ ഒരു ബേസ് ഉണ്ടാക്കി എടുക്കാൻ ശ്രമിക്കുന്ന പോലെ. പിന്നെ നമ്മൾ ജയറാമനെ പറ്റി നോക്കുകയാണെങ്കിൽ എന്താണ് ഒരുപാട് നമുക്കറിയാം പല മൾട്ടി ടാലന്റും ഉള്ള. അതെ മലയാളത്തിലാണെങ്കിൽ ഇത്രയും കഴിവുള്ള ഒരാളല്ലേ. മിമിക്രി ചെയ്യും, അഭിനയിക്കും, അത്യാവശ്യം ഡാൻസ് കളിക്കും, ചെണ്ട കൊട്ടും, അത്യാവശ്യം പാട്ടൊക്കെ പാടും. ഇത്രയും ടാലന്റ് ഉള്ള ഒരാള് അഭിനയത്തിനായിട്ട് നോക്കാം. മറ്റു 2 പേരുടെ കൂട്ടത്തിൽ തന്നെ വെക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനാണ് ജയറാം. പക്ഷെ ഇപ്പം മലയാളത്തിനും നല്ല അങ്ങനത്തെ റോളുകൾ കിട്ടുന്നില്ല. തമിഴ്നാട്ടിൽ പോയിട്ട് കിട്ടുന്നതെല്ലാം ഒരുമാതിരി എനിക്ക് മോശം തന്നെ പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഒരു ജോക്കർ കൊടുത്ത റോളുകളാണ് തമിഴ്നാട്ടിൽ സംഭവം. അങ്ങനെ നിൽക്കേണ്ട ഒരാളല്ല. ഇതിപ്പം ക്യാരക്ടർ പുള്ളിയുടെ ഒരു വിചാരം എന്ന് വെച്ചാൽ കുടുംബ സിനിമകള് കൂടുതൽ ചെയ്താൽ ശ്രദ്ധ ആകർഷിക്കും. മാത്രമല്ല കുടുംബ സിനിമകൾ മാത്രമേ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ തോന്നലുണ്ട്. അതെ പുതിയ കയ്യിലെടുക്കാൻ പറ്റൂല അങ്ങനത്തെ ഒരു വിചാരം ഉണ്ട്. ഇപ്പൊ അവസാനം ഇറങ്ങിയ സിനിമകൾ നോക്കിയാൽ ഈ മകള്, പിന്നെ ആശകളായി അങ്ങനത്തെ സിനിമകൾ നോക്കിയാൽ നമുക്ക് ഫാമിലി ഓറിയന്റഡ് സിനിമകളാണ്.
പണ്ട് കാലത്തെ സിനിമകൾ നോക്കിയാലും അങ്ങനെ തന്നെയാണ്. വേലപ്പറമ്പിലാണ് വീടും വിന്ററും അങ്ങനത്തെ സിനിമകളൊക്കെ നോക്കുമ്പോൾ ഫാമിലി ആയിട്ട് മറ്റേ വെറുതെ അല്ല ഭാര്യ, അതല്ല വെറുതെ അല്ല ഭാര്യ, ഭാര്യ എത്ര പേര് രണ്ടും ഉണ്ട്. അങ്ങനെയെല്ലാം നോക്കുമ്പോഴത്തേക്കും ഫാമിലിയെ ഓറിയന്റഡ് സിനിമകളാണ്. അത് മാത്രമേ ഇപ്പോഴും എടുക്കാൻ പറ്റുള്ളൂ പുള്ളിയുടെ വിചാരം. പക്ഷെ അങ്ങനെയല്ല. പുള്ളി എനിക്ക് തോന്നിയത് ഇത്രയും കാലത്ത് ഇത് വെച്ചിട്ട് പുള്ളി കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ് ആവാൻ പറ്റിയിട്ടില്ല. അതാണ് മെയിൻ കാര്യം, സത്യമായിട്ടുള്ള കാര്യം. പക്ഷെ പുള്ളിക്ക് ഇപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇപ്പൊ മമ്മൂട്ടി മോഹൻലാലിന് കിട്ടുന്ന ഒരു ഫാൻ ബേസ് ഉണ്ടല്ലോ, അതുപോലെ പുള്ളി തമിഴ്നാട്ടിൽ ചെന്നിട്ടൊരു ഇങ്ങനെ ഒരു ഇത് ഉണ്ടാക്കിയെടുക്കാൻ മറ്റു ഭാഷകളിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമാണ് അവിടെ കിട്ടുന്ന പുള്ളി. ഇങ്ങനത്തെ റോളുകളുമാണ്, ജോക്കറാവും. ഞാൻ തന്നെയാണ് മറ്റേ ഏതൊരു കന്നഡ പടത്തിലെ തെലുങ്ക് പടത്തിലെ അങ്ങനെ ഒരു ഡോറ് ചവിട്ടിട്ട് ഇവിടെ എന്ത് ടാലന്റ് ഉള്ള ഒരാളാണ് അവിടെ പോയി ഇതൊക്കെ ചെയ്യണം. പുള്ളി മനസ്സിലാക്കിയിട്ടില്ല പുള്ളിയുടെ കഴിവ് എന്താണ് ഇപ്പൊ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല, അതാണ് കാര്യം. പിന്നെ തമിഴ്നാട്ടിലുള്ളവരെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നു. ഇതാണ് ട്രോള് വരാനുള്ള കാര്യം, പ്രധാന കാര്യം. ഇപ്പൊ ട്രോള് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ കാരണം ഈ രണ്ട് അഭിപ്രായങ്ങൾ അവിടെ ഇവിടെ മാറ്റി പറഞ്ഞതാണ് വരാൻ കാരണം. പിന്നെ പലരും ഈ ഫേക്ക് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണ് എന്നൊക്കെ പറഞ്ഞു ജീവിതത്തിൽ പുള്ളി അഭിനയിക്കുന്നു അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ കാര്യമില്ല, അത് പുള്ളിയുടെ ഒരു പേഴ്സണൽ കാര്യമാണ്, നമ്മളത് നോക്കേണ്ട കാര്യമില്ല. പക്ഷെ പുള്ളിയുടെ ടാലന്റ് മനസ്സിലാക്കി മുന്നോട്ട് വരാനുള്ള എന്റെ ആഗ്രഹം. പുള്ളി നല്ല പടങ്ങളെ എഫക്റ്റീവായിട്ട് ചൂസ് ചെയ്യാൻ പഠിക്കണം. ഇപ്പം ഒരു ഓറൊക്കെ വേണമെങ്കിൽ കൊണ്ടുവരാൻ പറ്റൂടാ, അങ്ങനത്തെ റോളുകൾ കിട്ടാത്തത് കൊണ്ടാണ്. അങ്ങനത്തെ റോള് കിട്ടിയത് നമ്മൾ ഓസ്ലറി തന്നെ ഒരു വെറൈറ്റി കഥയാണ്. അപ്പം ആ കഥ വന്നപ്പം ബാക്കിയുള്ള സിനിമകളെ കാട്ടി കളക്ഷൻ ജയറാമേട്ടന് വന്നു. ജയറാമേട്ടൻ പറഞ്ഞാണ് ഇത്ര ഒരു സംഭവം എനിക്ക് ഉള്ളതായിരിക്കും അറിയില്ല, ഇനി ഞാൻ ഇത് കളയില്ല എന്നാണ് ഇന്റർവ്യൂവിൽ പറഞ്ഞത്. പക്ഷെ വീണ്ടും പോയി ആ ഒരു രീതി ടെംപ്ലേറ്റ് പിടിച്ച് പോണം. ഒരു ഓഡിയൻസിനെ കയ്യിൽ ഒരു പോണം, ഒരു പ്രത്യേക ടെംപ്ലേറ്റ് എടുത്ത് പോണം. എന്നാലേ പുള്ളിക്ക് അത്ര എന്റർടൈൻമെന്റ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ പുള്ളി മനസ്സിലാക്കുന്നില്ല. സ്റ്റേജിലൊക്കെ ഇത്രയും കിള്ളായിട്ട് പറയാൻ ആർക്ക് പറ്റും ഓരോ ഡയലോഗുകളും. കുറച്ചുകൂടെ ചൂസ് ചെയ്ത് എടുക്കുക. അതുകൊണ്ട് ഇങ്ങനെ ട്രോൾ ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല. പുള്ളി മനസ്സിലാക്കി തന്നെ വീണ്ടും വരുമെന്നാണ് എന്റെ പ്രതീക്ഷ, ആഗ്രഹം. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഇതാണ് ട്രോളിനുള്ള കാര്യം. അപ്പൊ പുതിയ സിനിമാറ്റിക് വിശേഷങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് വെച്ചു. പുതിയ സിനിമാറ്റിക് കൃഷി വീഡിയോസുമായി കഫ്ലിക്സ് ഉള്ളവർ ലൈക്ക്